വെൽക്കം ബാക്ക് ടു റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വനിതയിൽ വന്നിരിക്കുകയാണ് 6:30 ഷോ കാണാൻ വിലായത്ത് ബുദ്ധ. വിലായത്ത് ബുദ്ധ ഡയറക്റ്റഡ് ബൈ ജെ.എൻ. നമ്പ്യാർ. അപ്പോൾ സിനിമയുടെ വീഡിയോ ഇടാൻ ഞാൻ നേരെ ലേറ്റായി പോയെന്നറിയാം. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം തിരിച്ച് വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റായി പോയി. പിന്നെ ഞാൻ ആകെ ടയർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് അപ്പുറം ഇടാൻ തീരുമാനിച്ചു. അത് അത്ര ലേറ്റായി പോയത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം വൈകാതെ സിനിമയുടെ വീഡിയോ അഭിപ്രായത്തിൽ എടുക്കാം. വിലായത്ത് ബുദ്ധ എന്ന സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നി, ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജും അതിനെ താഴെ അനുഭവമാണ് കിട്ടിയത്. കാരണം ഈ സിനിമയുടെ ആദ്യ പകുതി ഉണ്ടല്ലോ, ഇതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ മേക്കിങ്ങും ടെക്നിക് സൈഡും അതുപോലെ ബീജിയം മ്യൂസിക്കൊക്കെ, അതായത് ജെയിംസ് ബിജോൻ്റെ ബീജിയം മ്യൂസിക് അതുപോലെ കത്തിച്ചിട്ടുണ്ടെന്ന് പറയാം. ചില സീൻസൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്കോർ അടിച്ചത് ഷമ്മി തിലകൻ സാറാണ്. പുള്ളിയാണ് ഈ പടത്തിൽ ഏറ്റവും സ്കോർ അടിച്ചത്. പൃഥ്വിരാജും പുള്ളിയുടെ ഓടുന്ന ഡബിൾ മോഹൻ ക്യാരക്ടർ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ ക്യാരക്ടേഴ്സ് അത്യാവശ്യം നല്ല ഓക്കെ എന്ന് പറയാം. എങ്കിലും ഈ സിനിമയിൽ നെഗറ്റീവ് സൈഡായിട്ട് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ കണ്ടൻറ്റ് ഒന്നാമത്, പിന്നെ രണ്ടാമത് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ നല്ലൊരു സ്ക്രിപ്റ്റ് പോലും ഇല്ല. നല്ലൊരു തീം ഉണ്ടായിട്ട് പക്ഷെ അത് സിനിമയിൽ 100% നീതി പുലർത്താൻ വേണ്ടിയിട്ടില്ല. ഇത് ശരിക്കും വന്നൊരു വിലായത്ത് ബുദ്ധ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും നടന്നൊരു നോവൽ കഥയാണ്. ഞാനത് കുറച്ച് കേട്ടിട്ടുണ്ട്. ആ കേട്ടെടുത്തോളം ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി, ആ കേട്ടെടുത്തോളം ഒരു 30% സംഭവങ്ങളാണ് അവർ ഈ പടത്തിൽ ആകെ ചെയ്തിട്ടുള്ളത്. ബാക്കി ഉള്ള 70% അവർ സിനിമയുടെ രീതിയിൽ മാത്രമായിട്ടാണ് അവരത് അവതരിപ്പിച്ചത്. എങ്കിലും ചില സീൻസ് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് വന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യ പകുതി, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫാണ്. ചിലയിടത്ത് എനിക്ക് ഇത്തിരി നെഗറ്റീവ് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഹാഫ്, ഒരു ഗുഡ് രീതിയിൽ ഇൻ്റർവെൽ വരെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോയി. പക്ഷേ സെക്കൻഡ് ഹാഫ്, അതായത് സിനിമയുടെ രണ്ടാം പകുതി ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ വളരെ താഴേക്ക് പോയതായിരുന്നു. പക്ഷേ ഇതിൽ ഷമ്മി തിലകൻ്റെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചിരിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. ചില ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എൻ്റർടൈനിങ് തന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. ചിലയിടത്തൊക്കെ ചില പോർഷൻസ് ഓക്കെ എന്നല്ലാണ്ട് സെക്കൻഡ് ഹാഫ് എനിക്ക് ആദ്യം ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര വന്നിട്ടില്ല. പിന്നെ ക്ലൈമാക്സും കുറേ കൂടി മികച്ചതാക്കാമായിരുന്നു. കാരണം ഇങ്ങനത്തെ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒട്ടുവെക്കും നല്ല പഞ്ച് ക്ലൈമാക്സ് ആണ്. അതുപോലെ നല്ലൊരു കിടിലൻ ടൈലൻ്റ് ഒക്കെ കൊടുക്കുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല തന്നത്. അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ അഭിപ്രായം പറയുകയാണ്, എനിക്ക് വിലായത്ത് ബുദ്ധ സിനിമ എനിക്കൊരു നിരാശ അനുഭവമാണ് തന്നത്. ഒരു ആവറേജും അതിന് താഴെ അനുഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇത് എൻ്റെ തികച്ച് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒന്നും പറയുന്നത് എൻ്റെ തികച്ച് വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കണമെങ്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്നാലും ഞാനിത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് ഇനി വരാം. അതൊരിക്കലും എല്ലാവർക്കും